ഒന്ന്, എംബിളൈസേഷൻ കഴിഞ്ഞാൽ വയറുവേദന ഉണ്ടാവും, ഛർദി ഉണ്ടാവും, വിശപ്പില്ലായ്മ ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, പനി വന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഉണ്ടാവുക. എങ്ങനെ പറഞ്ഞു വെച്ചാൽ, ഇപ്പം നമ്മൾ എല്ലാവരും ഈ ഒരു ഭാഗത്തിന് മുഖം എന്നല്ലേ പറയാം, അല്ലേ? പക്ഷെ എൻ്റെ മുഖം പോലെയാണോ നിങ്ങളുടെ? അല്ല. നിങ്ങളുടെ ഓരോരുത്തരുടെ ഒരുപോലെയാണോ? അല്ല. പറയുമ്പോൾ എന്താ? മുഖം. ഇതേപോലെ ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും എനിക്കും ഫൈബ്രോയിഡ് അവർക്കും ഫൈബ്രോയിഡ്. പക്ഷെ ഒരാളുടെ പോലത്തെ ഫൈബ്രോയിഡ് വേറെ ആൾക്കുണ്ടാവില്ല. എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നറിയാം? ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പുറത്തിറങ്ങിയാൽ നിങ്ങൾ ചോദിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും, എനിക്ക് വേദന ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, എനിക്ക് ഛർദി ഉണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് അവസാനം എന്താ? വേദന ഉള്ള ആളും വേദന ഇല്ലാത്ത ആളും അപ്സെറ്റാണ്. എനിക്കെന്താ വരാഞ്ഞ്, അവർക്ക് വന്നത്ര വേദന എനിക്ക് വന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് വേദന കൂടുതൽ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺഫ്യൂഷൻസ്. അതിലൊരു അർത്ഥവും ഇല്ല. ഒരാൾക്ക് വരുന്ന പോലെ ഫൈബ്രോയിഡ് വേറെ ആൾക്ക് വരില്ല. അതുപോലെ ഒരാൾക്ക് വന്നാൽ ഉണ്ടാവണ ഫൈബ്രോയിഡ് എംബിളൈസേഷൻ്റെ സിംറ്റംസ് അല്ല വേറെ ആൾക്ക് ഉണ്ടാവുക. ക്ലിയർ? ഒന്ന്. രണ്ട്, ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ കുറയാൻ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ നല്ലോണം ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് കൂട്ടണം. അപ്പോൾ ഇവിടെ അഡ്മിറ്റുള്ള സമയത്തൊക്കെ നല്ലോണം ഡ്രിപ്പ് ഇട്ടിരുന്നു. നമ്മൾ ഫാസ്റ്റായിട്ട് ഡ്രിപ്പ് ഇട്ടിരുന്നു, നമ്മൾ നന്നായി യൂറിൻ പാസ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ അതിന് പകരം 3 ലിറ്റർ വെള്ളം വെച്ചിട്ട് ഒരു ദിവസം കുടിക്കണം. അപ്പോൾ ആ 3 ലിറ്റർ വെള്ളം ഉപ്പിട്ട കഞ്ഞിൻ്റെ വെള്ളം, ഉപ്പിട്ട ചെറുനാരങ്ങ വെള്ളം, ജ്യൂസുകൾ. അതിൽ സോഡിയം പൊട്ടാസ്യം കിട്ടാനാണ് അങ്ങനെ സ്പെസിഫിക്കലി പറയുന്നത്. അതിൻ്റെ കൂടെ പച്ചവെള്ളം, ചായ, ജ്യൂസ് അങ്ങനെയൊക്കെ വേറെ എക്സ്ട്രാ കുടിക്കാം. പക്ഷേ ഈ ഉപ്പിട്ട കഞ്ഞിൻ്റെ വെള്ളം, ചെറുനാരങ്ങ വെള്ളവും ജ്യൂസൊന്നും മിസ്സാക്കരുത്. 3, വിശപ്പില്ലാണ്ട് ഭക്ഷണം കഴിക്കരുത്. കൂടുതലുള്ള ആൾക്കാരാണ് പ്രധാനമായിട്ടും കഴിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിക്കുക. അമ്മമാരാണ് പ്രശ്നക്കാർ കൂടുതലും. ഭർത്താക്കന്മാർ അത്ര കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, പൊതുവേ വയറിൻ്റെ കുടലിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പോൾ കുറവായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഓൾറെഡി ഗ്യാസ് നിറഞ്ഞ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ഭക്ഷണം വെറുതെ കഴിച്ചാൽ ഇര വിഴുങ്ങിയ പോലെ ഉണ്ടാവും. ഛർദ്ദിക്കില്ല, ഒരു ഇതും ഉണ്ടാവില്ല, അങ്ങടും അല്ല അങ്ങടും അല്ലാത്ത പോലെയാവും. അതുകൊണ്ട് വിശപ്പ് വന്നതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. വിശപ്പ് നമ്മൾ സാധാരണ പണ്ടൊക്കെ ഭക്ഷണം കഴിക്കൽ എങ്ങനെയാണ്? ഇപ്പോൾ സാധാരണ ഒരാൾ വിശപ്പുണ്ടോ നോക്കിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക? അല്ലല്ലോ. രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ലഞ്ച് കഴിക്കും, അങ്ങനെയല്ലേ? അല്ലേ? അതന്നെ ഓരോ പ്രാവശ്യം രാവിലെ 1 വെള്ളപ്പം കഴിക്കണോ 2 വെള്ളപ്പം കഴിക്കണോ അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു കണക്കുണ്ട്. 2 വെള്ളപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ 2 വെള്ളപ്പം എടുത്തിടും, കഴിക്കും, എണീറ്റ് പോകും, അല്ലേ? അല്ലാതെ അപ്പോൾ വിശപ്പ് ബാക്കിയുണ്ടോ നോക്കിയിട്ടാണ് കഴിക്കുന്നത്? അല്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ രാവിലെ എപ്പോഴാണോ വിശപ്പ് വരുന്നത് അപ്പോൾ കഴിക്കുക. ഒരു 9 മണിക്ക് വന്നില്ല, 10 മണിക്ക് വന്നില്ല, 11 മണിക്ക് വിശക്കുന്നുണ്ട്, കഴിക്കുക. കഴിച്ചു തുടങ്ങിയാൽ തന്നെ വിശപ്പ് പോയോ നോക്കുക. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിശപ്പ് പോയ പോലെ വരും. കുറേ കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് തുടങ്ങും, അത്രയൊന്നും കഴിക്കാൻ പറ്റില്ല. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വിശപ്പ് വരും. അപ്പോൾ നിർത്താം. പിന്നെ എപ്പോഴാണ് വിശപ്പ്? ഇത് ആകെ ഒറ്റ ദിവസത്തെ കാര്യമുള്ളൂ കേട്ടോ. ഇന്നോ നാളെയും കഴിയുമ്പോഴത്തേനും വിശപ്പ് തിരിച്ചു വരും. അപ്പോഴത്തേനും ശരി. പക്ഷെ അതിൻ്റെ ഇടയിൽ വെറുതെ ഭക്ഷണം കഴിച്ച്, പൊതുവെ എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ വലിയ പരിപാടിയൊക്കെ കഴിഞ്ഞാലേ അതുകൊണ്ട് കഴിക്കി എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ കഴിപ്പിക്കലുണ്ട്. അയിമലാണ് നിങ്ങൾ ബുദ്ധിമുട്ടാവുക. അത് വരണ്ടാച്ചിട്ടാണത് പറഞ്ഞു തന്നെ. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു. ആദ്യം ഞാൻ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു, 2 ഭക്ഷണത്തിൻ്റെ കാര്യം. 3, കയ്യിൽ ഈ കുത്തിയ കൈ കൊണ്ട് ഒരു ദിവസം കൂടി റെസ്റ്റ് കൊടുക്കുക. അത് ഇന്ന് കഴിഞ്ഞു, നാളെയും കൂടി റെസ്റ്റ് കൊടുക്കുക. മറ്റന്നാൾ മുതൽ ആ കൈ കൊണ്ടെല്ലാം ചെയ്യാം. റെസ്റ്റ് വേണ്ട, വീട്ടിലെടുക്കാം, എങ്ങനെ വേണമെങ്കിലും മടക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പം 3ാമത്തെ അത് കഴിഞ്ഞു. 4ാമത്തെ, നമ്മളിപ്പോൾ എഴുതി തരുന്ന മെഡിസിൻസിൽ കുറേ മെഡിസിൻസ് ഉണ്ട്. ഒരു 4-5 ടൈപ്പ് മെഡിസിൻസ് ഉണ്ട്. അതിൽ മിക്കവാറും സാധനങ്ങൾ 2 നേരം 3 ദിവസം, 3 നേരം 4 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു മെയിൻ സാധനം, അതിൽ ടോയ്ലറ്റ് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ടാബ്ലറ്റ് ഉണ്ട്. അതെന്തായാലും കഴിക്കണം. നോർമലി പോവുകയാണെങ്കിൽ പോലും കഴിക്കണം. വളരെ ലൂസ് മോഷൻ ഉണ്ടെങ്കിൽ മാത്രം കഴിക്കണ്ട. പണ്ട് നമ്മൾ എല്ലാവർക്കും എഴുതിയിരുന്നത്. പക്ഷെ എന്ത് പറ്റും വെച്ചാൽ, ചില ആൾക്കാർക്ക് ഈ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ വയറ് ഓൾറെഡി ലൂസായിരിക്കും. അതിൻ്റെ പുറത്ത് അവർ പിന്നെ ഈ ലൂസാവുള്ള മെഡിസിൻ കൂടി കഴിക്കുമ്പോൾ ക്ഷീണിച്ചു പോകും. അത് വരണ്ടാച്ചിട്ടാണ് ആവശ്യത്തിന് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷേ മിക്കവാറും എല്ലാവർക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. രാവിലെ വയറ്റൊന്നും പോവില്ല, അതിൻ്റെതായ പ്രയാസങ്ങൾ വരും. അപ്പം നോർമലി പോവുകയാണെങ്കിൽ പോലും അത് കഴിക്കണം. ലൂസായി പോവുകയാണെങ്കിൽ മാത്രം കഴിക്കണ്ട. പിന്നെ 2 ടാബ്ലറ്റ്, ഓരോ ടാബ്ലറ്റും ഒരു മൂക്കിലടിക്കാനുള്ള മരുന്ന്. പെയിൻ ഉണ്ടെങ്കിൽ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് നല്ല പെയിൻ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക, പെയിൻ ഇല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട. പെയിന് അത് കേടില്ലാത്ത, കിഡ്നിക്കൊന്നും കേടില്ലാത്ത ടാബ്ലറ്റ്സ് ആണ് മൂക്കിൽ മരുന്നടിക്കണം. അതിന് സെലക്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ വെറുതെ സഹിക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് അത് ഉപയോഗിക്കാം. ഒരാൾക്ക് ഭയങ്കര വേദന വരാൻ വിചാരിക്കാം. അതായത് ഇപ്പോൾ ഇവിടുന്ന് പോയി നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഇനി അടുത്ത മെൻസസിൻ്റെ സമയത്തോ എപ്പോഴെങ്കിലും ഭയങ്കര കടുത്ത വേദന വന്നു വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ആൾക്ക് ആദ്യം ടാബ്ലറ്റ് ഒന്ന് കഴിക്കാം. 3 മണിക്കൂർ കഴിയുമ്പോൾ മൂക്കിൽ മരുന്നടിക്കാം. 3 മണിക്കൂർ കഴിയുമ്പോൾ ടാബ്ലറ്റ് കഴിക്കാം. 3 മണിക്കൂർ കഴിയുമ്പോൾ
മൂക്കിൽ മരുന്ന് അടിക്കും. ഇങ്ങനെ ഓരോ 3 മണിക്കൂറിലും ടാബ്ലറ്റും മൂക്കിൽ മരുന്ന് അടിക്കണ മരുന്ന് ഉപയോഗിക്കാം. അങ്ങനെ 1-2 ദിവസം ഉപയോഗിച്ചിട്ടും പെയിൻ കുറവില്ലെങ്കിൽ കോർഡിനേറ്റർക്ക് മെസ്സേജ് അയക്കാം. അത്രയൊന്നും വരില്ല. ഞാൻ അതെല്ലാം മിക്കവാറും എന്താണെന്ന് വെച്ചാൽ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ പിന്നെ 3 മണിക്കൂറിലൊന്നും പെയിൻ വരില്ല. ചിലപ്പോൾ 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പം പിന്നെ മൂക്കിൽ മരുന്ന് അടിച്ചാൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ആദ്യം വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു, ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു, റെസ്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, കൈയിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ ഇപ്പോൾ മെഡിസിൻസിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ അടുത്തത് റെസ്റ്റാണ്. റെസ്റ്റ് ആവശ്യമില്ല. റെസ്റ്റ് അനാവശ്യമായിട്ട് എടുക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം മൊബിലൈസ്ഡ് ആവുക, മാക്സിമം നടക്കുക. എത്രത്തോളം നടക്കുന്നോ അത്രത്തോളം ഫാസ്റ്റായിട്ട് ആ ഗ്യാസൊക്കെ പോയി വയറ് സെറ്റാവും. എത്രത്തോളം കിടക്കുന്നോ അത്രത്തോളം വയറ് വീർത്ത് വരും. മനസ്സിലായി? അപ്പോൾ ക്ഷീണം വന്നാൽ കുറച്ച് സമയം വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. ഒരു 1/2 hour 45 minutes അതിന് മേലെ പോരുത്. അത് കഴിഞ്ഞാൽ നടക്കാൻ തുടങ്ങും, ആക്റ്റീവ് ആവാൻ തോറും ഈ ബുദ്ധിമുട്ടുകളൊക്കെ പോവും. നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റ് ആവും. അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പം മേജർ സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിന്, അതായത് ഗൈനക്കിലോ അല്ലെങ്കിൽ ഓർത്തോലോ ഒക്കെ മേജർ സർജറി കഴിഞ്ഞ പേഷ്യൻസിന് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻസും മരുന്നുകളൊക്കെ കൊടുക്കും. എന്നുവെച്ചാൽ കുറേ നേരം കടന്നു കഴിഞ്ഞാൽ കാലിൽ രക്തം കട്ട പിടിക്കും. DVT എന്ന് പറയാം. ആ DVT വന്നാൽ ആ രക്തക്കട്ട ഹാർട്ടിലേക്ക് പോയാൽ പൾമണറി എംബോളിസം എന്നൊക്കെ പറഞ്ഞിട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് സീരിയസ് ആണ്. അത് വരാതിരിക്കാൻ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഗുളികകളോ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കും. അങ്ങനത്തെ ടാബ്ലറ്റോ ഗുളികകളോ ഒന്നും നിങ്ങൾക്ക് ഞാൻ തരുന്നില്ല. എന്താ കാരണം? നിങ്ങൾ ഓൾറെഡി നടക്കുന്നുള്ള ഇതിൽ. അപ്പോൾ വീട്ടിൽ സപ്പോർട്ട് കൂടുതലാണ്, കുറേ ആൾക്കാരുണ്ട് സഹായിക്കാൻ, അമ്മയുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കിടക്കട്ടെ എന്ന് വിചാരിക്കരുത്. ഒന്ന്. എന്നാൽ കുറച്ച് സമയമൊക്കെ കിടക്കാം. പണ്ടൊരു ലേഡി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറല്ലാതെ ഈ ഭർത്താക്കന്മാരെ മുമ്പെന്ന് റെസ്റ്റ് വേണ്ടാന്ന് പറയോ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു ദിവസം പോലും കിടക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് ഒരു ആൾ കംപ്ലൈൻറ്റ് പറഞ്ഞു. അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ റെസ്റ്റ് വേണ്ടാന്ന് പറയുന്നതും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതിന് ബേസിക്കലി അനുസരിച്ച് ഇതിപ്പോൾ നമ്മളിപ്പോൾ എംബിളൈസേഷൻ ചെയ്യണതിന് പകരം സർജറി അത് ചെയ്തെന്ന് കൂട്ടാം. സർജറി ആയിരുന്നു ചെയ്തിരുന്നു. അപ്പോൾ സർജറി ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇപ്പോൾ യൂട്രസിൽ നമ്മൾ സർജറി ചെയ്യുക, ആദ്യം സ്കിന്നൊന്ന് കട്ട് ചെയ്യും, അതിൻ്റെ ഇടയിൽ ഫേഷ്യ കട്ട് ചെയ്യും, മസിൽ കട്ട് ചെയ്യും, അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന കുറച്ച് സാധനങ്ങൾ അതൊക്കെ കട്ട് ചെയ്യും. അവിടെ ചെന്നാലും യൂട്രസ് വെറുതെ അവിടെ ബോൾ പോലെ കിടക്കല്ലോ. അതിന് രക്ത കണക്ഷൻ ഉണ്ട്, അവിടെ ലിഗമെന്റ്സ് ഉണ്ട്, കണക്ഷൻസ് ഉണ്ട്, എല്ലാം കണക്റ്റഡ് ആണ്, വജൈനായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെ മൊത്തം കണക്റ്റഡ് ആയിട്ടുള്ള സാധനമല്ലേ. അതിൻ്റെ ഓരോ കണക്ഷൻസും വേർതിരിച്ചതിന് ശേഷമാണ് ഈ യൂട്രസ് എടുത്ത് പുറത്തുണ്ട്. പിന്നെന്ത് വേണം? ഈ തുറന്നു പോയ വഴിയൊക്കെ അടയ്ക്കണ്ടേ? ആദ്യം മസിൽ അടച്ചു, ഫേഷ്യ അടച്ചു, ഇതടച്ചു, ഒരുപാട് സ്ഥലത്ത് സ്റ്റിച്ചിട്ടുണ്ടാവും. ഇത്രയും ചെയ്ത് കഴിഞ്ഞ ഒരു ഡോക്ടർ പേഷ്യനോട് എന്ത് പറയും? നിങ്ങൾ റെസ്റ്റ് എടുക്കണം, വെയിറ്റുള്ള പണികളൊന്നും എടുക്കരുത്. അവിടെ റെസ്റ്റ് ആരുടെ ആവശ്യമാണ്? ഡോക്ടറുടെയും കൂടി ആവശ്യമാണ്. ഇല്ലെങ്കിൽ എന്തുണ്ടാവും? സ്റ്റിച്ച് പൊട്ടിപ്പോകും. നിങ്ങൾ പോയി വെയിറ്റ് എടുത്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് പൊട്ടിപ്പോകും. അങ്ങനത്തെ ഒരു റെസ്റ്റ് നിങ്ങൾ എടുക്കണമെന്ന് എനിക്കൊരു ആവശ്യമില്ല. എന്താ കാരണം? ഒറ്റ സ്റ്റിച്ച് പോലും ഇല്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇന്ന് തന്നെ എന്തെങ്കിലും തലകുത്തി വലിയൊരു പണിയെടുത്താൽ പോലും ഒന്നും സംഭവിക്കാൻ പോകില്ല. പിന്നെ ഒരു പേരിനൊരു റെസ്റ്റ് പറഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പം ഞാൻ റെസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞതും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് തമ്മിൽ ഇതുവരെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ശരി. അടുത്തത് സെക്ഷൽ ആക്ടിവിറ്റി 3 days കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. കുട്ടികളാവാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 1 year 6 months കഴിഞ്ഞാൽ കുട്ടികളാവാനുള്ളത് പ്ലാൻ ചെയ്യാം. 2. മൂന്നാമത്തത്, നമ്മൾ അടുത്ത ഒരു വർഷത്തേക്ക് മെൻസസ് സൈക്കിൾ തെറ്റിയിട്ടാവും വരിക. ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. പക്ഷെ അത് അറിയാത്തവരാണെങ്കിൽ വെറുതെ പേടിച്ചു പോകും. അതുകൊണ്ടാണ് പറയുന്നത്. അതിൽ 3 തരത്തിലുള്ള വ്യത്യാസങ്ങളാണ് വരിക. ഒന്ന്, മെൻസസ് ചിലപ്പോൾ 2 പ്രാവശ്യം വരും ചില മാസങ്ങളിൽ. ചില മാസങ്ങളിൽ വരില്ല. അപ്പോൾ ഏതെങ്കിലും മാസം വന്നു പിറ്റത്തെ മാസം വരാണ്ട് പിറ്റത്തെ മാസം വരികയാണെങ്കിൽ ഈ വരാത്ത മാസത്തും കൂടി ഉണ്ടാവും ചിലപ്പം അതിൻ്റെ നെക്സ്റ്റ് മന്തിൽ വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ അളവും ഇതൊക്കെ കൂടുതലുണ്ടാവും. അതിന് ടെൻഷൻ അടിക്കേണ്ട വെച്ചിട്ട് ആദ്യം പറഞ്ഞു. അതേപോലെ ഈ ഫൈബ്രോയിഡ് ചുരുങ്ങി വരുന്നതിൻ്റെ വേസ്റ്റ് പോകുന്നുണ്ടാവും. അപ്പോൾ അതൊരു ബ്രൗൺ ബ്ലാക്ക് കളറിലൊക്കെ വേസ്റ്റ് കാണും. അതും പേടിക്കാനുള്ളതല്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സാധാരണ ഉണ്ടാവുക, ഒരു മെൻസസ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു 3 ദിവസം 4 ദിവസം ബ്ലീഡിങ് ഉണ്ടാവും. അതിന് ശേഷം ഒരു ബ്രൗൺ ബ്ലാക്ക് ഡിസ്ചാർജ് ഒരു ചിലപ്പോൾ 7 ദിവസമോ 8 ദിവസമൊക്കെ കാണും. അങ്ങനെയാണ് സാധാരണ കാണുക. അടുത്തൊരു വർഷത്തേക്ക് ഉണ്ടാവും, പിന്നെ അത് മാറിക്കോളും. മിക്കവാറും നിങ്ങളോട് പറയാനുള്ള മെജോറിറ്റി സാധനങ്ങളും കഴിഞ്ഞു. ആകെ ഒന്നെന്ന് വെച്ചാൽ ഇനി ഒരു 6 മാസം കഴിഞ്ഞിട്ട് MRI എടുക്കണം. MRI എടുത്ത് തിരിച്ചു വന്ന് കാണിക്കാം.